നാക്കിലെ എല്ലാ വികാരങ്ങളും വരുന്നില്ലേ? നാക്ക് കുഴയൊന്നും അടിച്ച് കിറങ്ങിയിട്ട് അതും വെള്ളമില്ലാണ്ട് വിത്തൗട്ട് ഐസ്. ഏട്ടനെ കൂടെ നല്ല അടിയാണ്, അടിയോടടി. ഫോണില്ല, പറയുന്നൊന്നും കേൾക്കാനുള്ളതില്ല. കളിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞാവ. മാംഗോ ട്രീ അത് പഴുത്തിരിക്കുന്ന തറയിൽ മുഴുവൻ വീണ്ടും കിടക്കുന്നു. ഫുഡ് ഒരു രക്ഷയില്ല. ഉടുക്കത്തെ പ്രസൻറ്റേഷൻ, ഒരു പിക്ചറസ് ലൊക്കേഷനും കിട്ടില്ല കേട്ടോ. ബോൺജോർ മൊറീഷ്യസ് എന്ന ഞങ്ങളുടെ 8 days 7 nights മൊറീഷ്യസ് ട്രിപ്പിൻ്റെ ഫുൾ എക്സ്പെൻസ് ആണിത്. നിങ്ങൾക്കിത് പോസ്റ്റ് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല നീലക്കടലും കണ്ടുകൊണ്ട് നമ്മളിതാ മൊറീഷ്യസിലെ ഡേ 3 സ്റ്റാർട്ട് ചെയ്യാണ്. ഗ്രാൻഡ് ബേയിൽ അല്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതെ, നമ്മൾ ബ്ലൂ ലഗൂൺ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. അതെ, ബ്ലൂ ലഗൂൺ എന്ന റെസ്റ്റോറൻറ്റ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 300 മീറ്ററിലോ ജസ്റ്റ് നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ. മെനു വെളിയിൽ തന്നെ, മെനു പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. നമ്മളിതിൽ എന്താണ് പറഞ്ഞത്, ബ്രേക്ക്ഫാസ്റ്റ്, ഇതിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഓപ്ഷൻ ഇതിൽ കൊടുത്തില്ല. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ ഉള്ളിൽ മെനുവിലായിരുന്നു. നമ്മളെന്തായാലും ടോസ്റ്റാണ് പറഞ്ഞത്, ടോസ്റ്റും കോഫിയും. ഇതാണ് ബ്ലൂ ലഗൂൺ. അതിൻ്റെ ഓപ്പോസിറ്റ് വെറുതെ അല്ല ബ്ലൂ ലഗൂൺ എന്ന് പേരല്ലേ. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണാനുള്ളത് കംപ്ലീറ്റ് ബ്ലൂ ആണ്, നല്ല ബ്ലൂ കളറിൽ. അത് നോക്കിയേ, അടിപൊളി യാറ്റുകളിങ്ങനെ കിടക്കുന്നത്. വാവ്, കിടല ലുക്കാണ്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടെ സിറ്റിങ്, നമ്മളിവിടെ ഇരിക്കുന്നത്. കോഫി ഓൾറെഡി വന്നിട്ടുണ്ട്. ഇതാണ് രണ്ടമ്മമാർ അവിടെ രാവിലെ പിന്നെ സിഗരറ്റും വലിച്ചുകൊണ്ട് പിന്നെ നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ. ഇതാണ് ഇവരുടെ കഫേ വരുന്നത്. കഫേ മാത്രമല്ല, പിന്നെ ഈവനിങ് ഫുഡും എല്ലാം ഉണ്ട്. ഇതൊരു ബാർ കൗണ്ടർ പോലെയൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ നമുക്കുള്ള സാധനങ്ങളാവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടോസ്റ്റ് വന്നിട്ടുണ്ട്, ടോസ്റ്റും ജാമും ബട്ടറും. അപ്പം കോഫി അപ്പോൾ കഴിക്കട്ടെ. ഫുഡൊക്കെ കഴിച്ച് ഡേ 3 എക്സ്പ്ലോറേഷൻ ഇൻ മൊറീഷ്യസ് സ്റ്റാർട്ട് ചെയ്യാണ്. പാംപ്ലമൂസ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നിൽക്കുന്ന ഗ്രാൻഡ് ബേയിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ് ഉണ്ട് അങ്ങോട്ട്, ഏകദേശം 16 കിലോമീറ്റർ ഉണ്ട്. നമ്മളുള്ളത് ഒരു ഷാറ്റു ഡു ലാബർഡോനെ എന്ന് പറയുന്ന ഒരു ഷാറ്റുവിലാണ്. ഇത് ആ സ്ഥലത്തിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. ഷാറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻഷനാണ്, വലിയൊരു കൊട്ടാരം, ഇവിടുത്തെ പണ്ടത്തെ കൊട്ടാരം. ലാബർഡോനെ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ളതാണ്. പാംപ്ലമൂസ് എന്ന് പറഞ്ഞ ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു ഷാറ്റു ഉള്ളത്. അപ്പം ഇതിനൊരു എൻട്രി ഫീസൊക്കെ ഉണ്ട്. പണ്ടത്തെ ഫ്രഞ്ച് ആർക്കിടെക്റ്റിൽ ഉണ്ടാക്കിയ ഒരു ഷാറ്റു ആണ്. അതിനെ ഫുള്ളി അവർ ഒന്ന് റെനോവേറ്റൊക്കെ ചെയ്തിട്ട് ഓപ്പൺ ആക്കിയിട്ട് ആൾക്കാർക്ക് വേണ്ടി തുറന്നു കൊടുത്തിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു വൈൻ ടേസ്റ്റിംഗ്, റം ടേസ്റ്റിങ്ങിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ടൂറിന് 700 ക്ലാസിക് ടൂറിന് 700. പിന്നെ വേറെ എന്താണ്, ഇവിടെയാണ് ഇംഗ്ലീഷ് എഴുതിയില്ലല്ലേ. ഇവിടെ ക്ലാസിക് ടൂറിന് 700, ഗാർഡൻ 150. ഗാർഡൻ കാണാം, അനിമൽ പാർക്ക് ഉണ്ട്, ഗാർഡൻ മാത്രമാണെങ്കിൽ 150. ഓക്കെ, ഫുള്ളി ഗൈഡഡ് ടൂറിന് 900, ടേസ്റ്റിങ്ങിന് 300. അങ്ങനെയാണ്. ടേസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റമ്മ് ഉണ്ടാക്കുന്നുണ്ട്. ആ റമ്മ് ഉണ്ടാക്കി അത് ടേസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അങ്ങനെ നമ്മൾ കാർ പാർക്കിങ്ങിൻ്റെ അവിടെ നിന്ന് ടിക്കറ്റ് കൗണ്ടറിൽ എത്തിയിട്ട് ഗാർഡൻ മാത്രമുള്ള ടിക്കറ്റ് എടുത്തു. ഗാർഡനിൽ നമുക്ക് ആനിമൽ ഫാമും കൂടെ കാണാൻ പറ്റും. അവിടെ നിന്ന് അതുപോലെ മാൻഷൻ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റും. ഷാറ്റോ പുറത്തുനിന്ന് കാണാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ വൈൻ ടേസ്റ്റിംഗ്, റം ടേസ്റ്റിങ്ങും ഇതൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ അതിന് വേറെ പോകുന്നുണ്ട്. വാവ്, നല്ല ഭംഗിയുള്ള ഗാർഡൻ അല്ലേ. അവിടെ ടിക്കറ്റിംഗ് ഓഫീസിൽ നിന്ന് നമ്മൾ കുറച്ച് ഒരു 100 മീറ്റർ നടന്നു കഴിഞ്ഞാൽ നേരെ ഷാറ്റോയുടെ മുന്നിലോട്ടെത്തും. ആ നേരെ കാണുന്നതാണ് ഷാറ്റോ. എന്തെങ്കിലും പ്രത്യേക ഇവന്റ് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ ഗേറ്റ് ഓപ്പൺ ആക്കി കൊടുക്കുമായിരിക്കും. അതെ, ഇവിടെ ഗേറ്റ് ഒക്കെ ഉണ്ട്. ഇവിടെ ഗേറ്റ് ഉണ്ട്, ഡയറക്റ്റ് എൻട്രി ആണ്. ഡയറക്റ്റ് ഉണ്ട്, ഷാറ്റോയിലൊക്കെ ഡയറക്റ്റ് എൻട്രി അല്ലേ. ഇതാണ് ഗാർഡൻ വരുന്നത്. ഇതിന് ചുറ്റും കുറേ സ്ഥലമുണ്ട്. ഇത് ആക്ച്വലി എന്ന് വെച്ചാൽ പ്ലാന്റേഷൻ ആണ്, അതായത് ഈ ഷുഗർ പ്ലാന്റേഷൻ ആണ് സംഭവം. അതിന് ചുറ്റും മാവും ഒക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്താണ് ഇംഗ്ലീഷ്. അഡ്വഞ്ചർ ഓഫ് ഷാറ്റോ. ഈ ഷാറ്റോ കാണുന്ന സമയത്ത് ഇംഗ്ലീഷ് സിനിമകളൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ജാങ്കോ അൺചെയിൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള കെൻറ്റിൻ ടെറാന്റിനോ ഒരു സിനിമയുണ്ട്. പണ്ടത്തെ സ്ലേവറിയൊക്കെ കാണിക്കുന്നൊരു സിനിമയാണ്. അടിപൊളി പടമാണ്. അതിൽ മറ്റേ ലിയോണാർഡോ ഡികാപ്രിയോയും ക്രിസ്റ്റഫർ വാട്സ് ഉണ്ട്, പിന്നെ ജാമി ഫോക്സ് ഉണ്ട്. ഇവരൊക്കെ ഉള്ള അടിപൊളി ഒരു സിനിമയാണ്. കണ്ടിട്ടുണ്ടെങ്കിൽ അതിലത്തെ ഒരു പ്ലാന്റേഷനിലെ ഷാറ്റോ കാണിക്കുന്നുണ്ട്, മാൻഷൻ കാണിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് കേട്ടോ.
ഇവിടുന്ന് സ്കൂൾ ടൂറൊക്കെ വന്നിട്ടുണ്ടോ അല്ലേ? അതാണ് സംഭവം. അങ്ങോട്ടാ പോകുന്നത് ഇങ്ങോട്ടാ? രണ്ടുവഴിയും കയറാല്ലേ? എല്ലാ വഴിയും കയറാം. ഇതാണ് സ്പ്ലെൻഡിഡ് കൊളോണിയൽ ഹൗസാണ്. ഈ ഹൗസിനെ പറ്റിയിട്ടുള്ള ഈ ഒരു ഷാറ്റോനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൂടി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്ത് വായിച്ച് നോക്കിയാൽ മതി. ഫുൾ ഡീറ്റെയിൽസ് കൂടി എഴുതിയിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് എല്ലാ കാര്യങ്ങളും. 1859 ഉണ്ടാക്കിയത്. ഇവിടെ ഫുള്ള് പിള്ളേരുടെ ബഹളാണല്ലേ. 2 വലിയ ടീം വന്നിട്ടുണ്ട്. എന്തായാലും ഇതാണ് ഷാറ്റോ. ഇവിടെ ഇങ്ങനെ പക്ഷേ കയറിക്കൂടാന്ന് കയറാൻ പറ്റില്ല, അത് പിന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇങ്ങനെയാണ് സംഭവം വരുന്നത്. ഇതെവിടെ ഇരിക്കാം. ഷാറ്റോൻ്റെ പ്രത്യേകത വെച്ചാൽ താഴെയൊക്കെ കണ്ട തറയൊക്കെ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ മരമാണ്, മരം കൊണ്ട് കെട്ടിയുണ്ടാക്കിയ അങ്ങനെയൊക്കെയാണ് സംഭവം. ഇത് കല്ല് തന്നെയെന്ന് തോന്നുന്നു. ഇത് ബ്രിക്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ബ്രിക്സ് അല്ല, ഇതും മരമാണ്, മരത്തിൻ്റെ സംഭവങ്ങളാണ്. അത് സ്റ്റെയർ താഴോട്ട് ഇറങ്ങാൻ പറ്റില്ല. താഴേന്ന് കണ്ട സ്റ്റെയർ ഇങ്ങോട്ടാണ് കയറുന്നത്. ഇത്രയേ ഉള്ളൂ. ഒരു കുറേ റൂമുകൾ ഇങ്ങനെ നിരത്തിയുണ്ട്, താഴെയും കുറേ റൂമുകൾ നിരത്തിയുണ്ട്. അതാണ് സംഭവം. അവിടുത്തെ ഒരു ഫാക്ടറി എന്തോന്നാണ്, ഷുഗർ കെയിൻ്റെ ഫാക്ടറി എന്താണെന്ന് തോന്നുന്നു കണ്ടിട്ട്. എന്തായാലും സംഭവം ആ ഒരു ഓൾഡ് ഫീല് എനിക്ക് കറക്റ്റ് ആ മറ്റേ ആ ഒരു സിനിമ, ഞാൻ പറഞ്ഞ സിനിമയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അതേ ഒരു ഫീലുണ്ട്. മാങ്ങോ ട്രീ അത് പഴുത്തിരിക്കുന്ന തറയിൽ മുഴുവൻ വീണ്ടും കിടക്കുന്നു. സഹിക്കാൻ പറ്റണില്ല ചേട്ടാ, നല്ല മാങ്ങ നിലത്ത് വീണ് കിടക്കുന്നു നോക്ക്. പക്ഷെ ഇത് പാഷൻ ഫ്രൂട്ടാണ്. അല്ല, ഇത് പാഷൻ ഫ്രൂട്ടാ അല്ല, വേറെ എന്തെങ്കിലും ഫ്രൂട്ടോ? തോട്ടം അങ്ങനെ നീണ്ട് പരന്ന് കിടക്കാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഗേറ്റ് പോലെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങോട്ട് കുറേ ഉണ്ട്. പ്ലാന്റേഷൻ ആണല്ലോ. ഇതാ ഇവിടെ ഒരു ഇത് കഫയാ, റെസ്റ്റോറൻറ്റാ. ഇവിടെ എന്തോ വെച്ചിട്ടുണ്ട്, റെയിൻ ആൻഡ് കോഫി. മഴ പെയ്യുമ്പം ഇവിടെ കയറി. ഇത് ഫാൾസ് മാംഗോസ്റ്റീൻ, അതാണ് സാധനം അവിടെ ഉള്ളത്. നമ്മളിപ്പോൾ കണ്ട ഫാൾസ് മാംഗോസ്റ്റീൻ എന്തോ ഫാമിലി. ഇവിടെ കോഫി പ്ലാന്റ് ഉണ്ട്, റെയിൻ ട്രീ ഉണ്ട്. റെയിൻ ട്രീയോ? ഏതാ റെയിൻ ട്രീ? ഇത് തന്നെയാണോ റെയിൻ ട്രീ? ഇവിടെ കിടുവല്ലേ സ്ഥലം, നല്ല തണുപ്പും. അടിപൊളി. ഇങ്ങനെ കിടക്കുകയാണ് ഇവിടെ ഉണ്ട് പരന്നിട്ട്. ഹലോ, ഗുഡ് മോർണിംഗ്. ഉറങ്ങല്ലേ? അവിടെ മാത്രല്ല, ഇവിടെ കുറേ എണ്ണുണ്ട്. വലിയ ആന പോലത്തെ സാധനമല്ലോ അല്ലേ? എന്താ അത് വലിപ്പം അതിന്റെ? അനങ്ങാണ്ടിരിക്കാണ്. അവിടെ മാനതാ, അപ്പുറത്തൊരു അരയന്നുണ്ട്. ചേട്ടാ ഭീകര കല്ല് കഴിക്കുന്നത്. അല്ലല്ല, സപ്പോർട്ടേറ്റാണ്. വെരി സ്ലോലി. നല്ല നല്ല വയസ്സുള്ള മുത്തശ്ശനാണ്. വലിപ്പം നോക്കതിൻ്റെ. എന്തോ ഒരു ട്രെയിന് പോലത്തെ ഒരു സാധനം കണ്ട്. ഓ, ട്രെയിൻ കണ്ട് ഇത്ര ഭ്രാന്തുള്ള ഒരാളെ ഞാനിതുവരെ കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് ഓടിക്കാം, ആരുമില്ല ഓടിക്കാം. അയ്യോ മഴ. കയറിയിരുന്നോ? മഴ തുടങ്ങിട്ടോ അതിൻ്റെ ഇടയിൽ. ഇത് ട്രെയിനല്ല, ഇത് കാറ് പോലത്തെ സംഭവമാണ്. പണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു ഈ സ്ഥലങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി വെച്ച സാധനമായിരിക്കും. ആൾക്കാരെ റൗണ്ട് അടിച്ച് പറയുന്നൊന്നും കേൾക്കാനുള്ളതില്ല. കളിച്ചോണ്ടിരിക്കുകയാണ് കുഞ്ഞാവ. കളിയാണ് കുഞ്ഞാവ. Hello, how do you do? Yalla habibi. Welcome to Dubai. കഴുത്തിങ്ങനെ ഉയർത്തിയേ വെക്കുള്ളൂ. മര്യാദ അവിടെ അവൻ കളിച്ചോണ്ടിരിക്കുന്നുണ്ട്, അതില്ലാണ്ടാക്കി. അവൻ കളിക്കുകയാണ്. അവനത് പൊട്ടിക്കുന്ന, അതിപ്പോ പൊട്ടിക്കും. കുടുങ്ങി.
കുടുങ്ങിയടേ ജാങ്കോ, നീ അറിഞ്ഞാ? ഞാൻ പെട്ട്. അയ്യോ, ഇവിടെ രണ്ടുപേര് കിടക്കുന്നു. ഈ എൻഡില് രണ്ടുപേര് കിടക്കുന്നു. ജാങ്കോ, നീ അറിഞ്ഞാ? ശരിക്കും പെട്ട്. അത് മിക്കവാറും ഇപ്പൊ പൊട്ടിക്കും. രക്ഷപ്പെട്ട്. നിന്നോട് അപ്പവേ സ്വന്നെ എന്റെ അടുത്ത് വന്നാ മതി കേക്കൂല. എന്റെ കയ്യിൽ ഒന്നുമില്ല തരാൻ. റം ഉണ്ടാക്കുന്ന ഫാക്ടറിയാണ്. അപ്പൊ നമ്മള് കരിമ്പിൽ നിന്ന് റം ആക്കി എടുക്കും. അതെ. കുറേ ഫോട്ടോസ് എടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. നല്ല പച്ചപ്പുള്ള നല്ല തോട്ടം ആയതുകൊണ്ട് തന്നെ കിട്ടില്ല പ്ലേസാണ്. ഒരുങ്ങി വരിക. അതെ, ഫോട്ടോ എടുക്കാൻ വേണ്ടി റെഡിയായി വരിക. പിന്നെ നമ്മൾ ഏകദേശം ഒരു 1 hour ഇവിടെ ചിലവാക്കി അല്ലേ? 1 hour ചിലവാക്കി ഇവിടെ. ബസ്സുകളൊക്കെ നോക്കിയേ, ഭയങ്കര വെറൈറ്റി ബസ്സുകളാണ്. ഇത് കാണുന്നില്ലേ, നമ്മുടെ നാട്ടിലെ പണ്ടത്തെ ബസ്സുകളാണ്. ഇതിങ്ങനെ ഗ്രൂപ്പ് ടൂറായിട്ട് വരുന്നവർ പോകുന്ന ബസ്സാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. പാംപ്ലമൂസ് ബസ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് നാട്ടിലെ ബസ് പോലെ, അതായത് തമിഴ്നാട്ടിലെ ബസ് പോലെ മുന്നിൽ ഫുള്ള് പിന്നെ ഇതൊക്കെ പൂവൊക്കെ വെച്ച് അങ്ങനെ സെറ്റാക്കിയിട്ടാണുള്ളത്. കൊള്ളാം. വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പാർക്കിംഗ് വണ്ടിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ഥലത്തോട്ട് പോകാം അല്ലേ? ഒരു ഷുഗർ കെയിൻ ഫാക്ടറിയിലേക്കാണ് പോകുന്നത്. ലാവെഞ്ചർ ഡു സുഗർ ആണ്. ഇതെല്ലാം ഫ്രഞ്ചാണ് കേട്ടോ. ഫ്രഞ്ചിലാണ് ഇവിടെ പേരുള്ളത്. അവിടെ നമ്മൾ പറയുന്നതൊക്കെ ചിലപ്പോൾ തെറ്റായിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഷുഗർ ഫാക്ടറീൻ്റെ ഉള്ളിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഷുഗർ ഫാക്ടറി ടൂറും ഷുഗറിനുണ്ടാക്കുന്ന റമ്മ് ടേസ്റ്റിങ്ങും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. മൊറീഷ്യസിൽ വരുന്ന ആൾക്കാരെല്ലാവരും ഈ ഒരു ഏരിയയിലോട്ട് വരുന്ന എല്ലാ ആൾക്കാരും പോകുന്നൊരു സ്ഥലമാണ്. എന്തായാലും ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് അവർ നല്ല അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു മ്യൂസിയം ആക്കി മാറ്റിയിട്ടുള്ളത്. ഇത് വർക്കിംഗ് ഷുഗർ ഫാക്ടറിയും കൂടിയാണെന്ന് തോന്നുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ ഉള്ളത്. കാണുന്നില്ല, ഈ കാണുന്നതാണ് ബോയിലർ. ഇത് ബോയിലറാണ്. നമ്മൾ ഇവിടെയുള്ളത്. ഇവിടുന്ന് ഈ ബോയിലർ കഴിഞ്ഞ് BADC എല്ലാം ഉണ്ട്. അതിൽ A എന്ന് പറയുന്നത് ലാവെഞ്ചർ ഡു സുഗർ മ്യൂസിയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് B എന്ന് പറഞ്ഞാൽ ബൊട്ടീക്ക് ഷോപ്പാണെന്ന് തോന്നുന്നു അല്ലേ? അത് കഴിഞ്ഞിട്ട് ഓഡിറ്റോറിയമാണ്. അത് കഴിഞ്ഞാൽ ലേ ഫാങ്കോറിൻ അതൊന്നും അത് റെസ്റ്റോറൻറ്റാ? അത് റെസ്റ്റോറൻറ്റ്. ഓക്കെ. അപ്പോൾ ഇതാ ഇങ്ങനെ എൻട്രി എന്നൊക്കെ എഴുതിയിട്ട് ഇത് നമ്മളെ തീമിടേ. കളർ നോക്ക്, കളർ കോമ്പിനേഷൻ നമ്മുടെ വേൾഡ് റൗണ്ടസിൻ്റെ കളർ കോമ്പിനേഷനാണ്. ആ യെല്ലോയും ബ്ലൂയും അല്ലേ? സെയിം അല്ലേ? അതെ, ആ സെയിം കളറിലുള്ള ഡ്രസ്സും ഇട്ട് വന്നിട്ടുണ്ട്. സ്പെഷ്യൽ വല്ലതും കിട്ടുമോ? സെയിം തന്നെ, സെയിം കളർ. നമ്മുടെ ചാനൽ ലോഗോ ചെയ്തു തന്നത് ലിങ്കു ചേട്ടനാണ്. ലിങ്കു എബ്രഹാം. ലിങ്കു ചേട്ടന് താങ്ക്സ്. അതേ കളർ തീമിലുള്ളതാണ്. ലിങ്കു ചേട്ടൻ കാണുന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടെന്ന് പറയൂ. അതേ സെയിം തന്നെയാണോ അല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ലിങ്കു ചേട്ടൻ ഒരു പണി കൊടുക്കട്ടെ. കേറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും കരിമ്പാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. മോളിൻ ഷുഗർ മിൽ. ഇത് പണ്ടത്തെ ഷുഗർ മില്ലാന്ന് തോന്നുന്നു. പണ്ടത്തെ ഷുഗർ മിൽ ഇങ്ങനെയാണ് ഉണ്ടായത്. എങ്ങനെയാണ് ഷുഗർ കെയിൻ ഇതുണ്ടായത്, ഇതിൻ്റെ ഇടയിൽ കൂടെ ഷുഗർ കെയിൻ ഇട്ടിട്ട് അതിനെ നമ്മളെ നാട്ടിലെ സംഭവമില്ലേ, ഷുഗർ ജ്യൂസ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നില്ലേ, സെയിം സംഭവം തന്നെ. ചക്കിലാട്ടി എണ്ണ എടുക്കുന്ന പോലെ. അതെ. ഇത് റെസ്റ്റോറൻറ്റ്, ഇങ്ങോട്ട് ബൊട്ടീക്ക്, ഇങ്ങോട്ട് കോക്ടെയിൽ മേക്കിംഗ്, അങ്ങനെ ടിക്കറ്റൊക്കെ ഇങ്ങോട്ടാണ്. ഇവിടെ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇതിന് എൻട്രി ഉണ്ട്, എൻട്രി ഫീസ് ഉണ്ട്. എല്ലാം നമുക്കൊരു ഫുൾ ടൂറാണ് ഇവിടുത്തെ. നേരെ മ്യൂസിയത്തിൻ്റെ ടിക്കറ്റിന് അങ്ങോട്ടാണ് പോകുന്നത്. എന്തായാലും നല്ല അടിപൊളിയായി ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഇവിടെയൊക്കെ, ഒരു രക്ഷയില്ല. ഇത് ബൊട്ടീക്ക്, ഇതാണ് ഷോപ്പ് വരുന്നത്. സോവനീസൊക്കെ കിട്ടുന്ന ഷോപ്പായിരിക്കും. എൻട്രൻസ് ഇതിങ്ങനെ ഷുഗർ കെയിനെ കൊണ്ടുള്ള ഡ്രോയിങ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ചിത്രപ്പണികളുണ്ട്. എൻട്രി ഫീസ് പറയുന്നത് ഒരാൾക്ക് 800 മൊറീഷ്യൻ റുപ്പീസാണ്. ഏകദേശം 65 ദിറത്തിൻ്റെ അടുത്ത് വരും. 2 പേർക്ക് 1600 മൊറീഷ്യൻസ് റുപ്പീസ് കൊടുത്ത് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ടേസ്റ്റിങ്ങിൻ്റെ ഒരു ഇതും കൊണ്ടുണ്ട്. നമുക്ക് ഷുഗറും ജാമും ഇതൊക്കെ ടേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ലാസ്റ്റ് ഇതിലുണ്ട്. ഇതാണ് ബില്ല്. 1000
600. ഇവിടെ ഷുഗർ കെയിൻ കയറുമ്പോൾ തന്നെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. How is it? നമ്മളെ കരിമ്പ് കോഡ് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു PDF ഡൗൺലോഡ് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞ് ഓരോ ഏരിയയിൽ എത്തുമ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് ഓഡിയോ ഗൈഡ് കിട്ടും നമുക്കിതാ. ഓരോ ഏരിയ എത്തുമ്പോൾ കണ്ട എൻട്രൻസ് അങ്ങോട്ട് പോകണം. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ താങ്ക് യു എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഷുഗർ വെട്ടാൻ ഉപയോഗിക്കുന്ന കത്തികളാണ്. ഇതാ ഡിഫറെൻറ്റ് റിസർച്ച് ചെയ്യുന്ന സംഭവം. ഷുഗറിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്ലാന്റ്ലെറ്റ് ഇനീഷ്യേറ്റഡ് ഫ്രം സിംഗിൾ ബഡ് റൂട്ടഡ് പ്ലാന്റ്ലെറ്റ്സ്. അതിൻ്റെ പ്ലാന്റുകളൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്, ഇങ്ങനെ ഷുഗർ പ്ലാന്റേഷൻ എങ്ങനെയൊക്കെയാണ് സംഭവം എന്നുള്ള വിശദമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പാട്ടാ എഴുതി വെച്ച് കഴിഞ്ഞാൽ പാട്ട് വെക്കുന്ന പറയുന്നത് അത് വളരെ പരിപാടി. ഇങ്ങനെ പാട്ട് വെക്കി ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഇത് വിളവെടുക്കുന്ന സമയത്ത് ഇവര് പാട്ട് പാടുന്ന സംഭവം അല്ലേ? നമ്മള് പണ്ട് ഞാറ് കൊയ്യുന്ന സമയത്ത് പാട്ട് പാടിയിട്ടൊക്കെ അല്ലേ? അതെ 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 ആ സംഭവം അല്ലേ? മൊറീഷ്യസിലുള്ള വിവിധ തരത്തിലുള്ള മണ്ണുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. 1, 2, 3, 4, 5, 6, 7 ടൈപ്പ് മണ്ണുകളുണ്ടെന്ന് പറയുന്നത് ഇവിടെ. അപ്പോൾ ഓരോ ടൈപ്പ് മണ്ണിലും ഓരോ ടൈപ്പ് കരിമ്പായിരിക്കും ഉണ്ടാകുന്നത്. അതാണ് ഇവിടെ കാണിച്ചത്. വംശനാശം സംഭവിച്ച ഡോഡോ പക്ഷിയാണ് ഇവിടെ ദേശീയ മൃഗം. അതൊരു പ്രത്യേകതയാണ് ഇവരുടെ കേട്ടോ. Water is added to the cane as it passes through the final mill in order to extract as much juice as possible. The co-product of this operation is the fibrous bagasse that you'll see on the other side of the mills. Every single part of sugarcane is reused and nothing is thrown away. Bagasse is used to fuel the boilers in power plants that produce electricity for the national grid. കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് കരിമ്പ് പറിച്ചിട്ട് ഈ വണ്ടി കയറ്റിയിട്ട് ഷുഗർ ഫാക്ടറി, അതായത് കരിമ്പ് ഫാക്ടറി കൊണ്ടുവരും. അവിടെ കൊണ്ട് കിട്ടിയിട്ട് അതൊക്കെ പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചണ്ടി ഇങ്ങോട്ട് പോകും. തെർമൽ പവർ പ്ലാന്റിൽ അവിടുന്ന് ആ ചണ്ടി കൊണ്ട് കറണ്ടാക്കിയിട്ട് തിരിച്ച് ആ കറണ്ട് കൊണ്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് ഇതാ ഈ ഷുഗർ കെയിൻ ഷുഗർ ആക്കിയിട്ട് പഞ്ചസാര ആക്കിയിട്ട് അതിനെ കൊണ്ടുപോയിട്ട് പിന്നെ എക്സ്പോർട്ട് ചെയ്യും. പിന്നെ ഈ മൊളാസസ് എന്ന് പറയുന്ന സാധനം ഇങ്ങോട്ട്, ഈ മൊളാസസ് അതായത് ഷുഗറിൻ്റെ കരിമ്പിൽ നിന്നുണ്ടാകുന്ന കരിമ്പ് ജ്യൂസ് മൊളാസസ് എടുത്തിട്ട് ഈ ഡിസ്റ്റിലറി ഇത് കൊണ്ടുപോയിട്ട് അതിനെ റമ്മാക്കി മാറ്റും. ഇതിൽ നിന്നുള്ള ബാക്കിനെ വിനാസ് എന്ന് പറഞ്ഞ സാധനം വളമായിട്ട് പോകും. ഈ മഡ്സും ഇവിടുന്ന് കിട്ടുന്ന ബാക്കിയുള്ള മഡും വളമായിട്ട് പോകും. അപ്പം ഭയങ്കര സസ്റ്റൈനബിളായിട്ടുള്ള ഫാക്ടറിയാണല്ലോ പരിപാടി. ഇത് കുട്ടിയൊക്കെ മനസ്സിലാക്കുക. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ എനിക്കെല്ലാം മനസ്സിലായത്. നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലേ. എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മൊറീഷ്യസിൻ്റെ ചരിത്രം മുതൽ എല്ലാ കാര്യങ്ങളും, എങ്ങനെയാണ് പഞ്ചസാര ഉണ്ടാക്കിയതെന്നും എങ്ങനെയാണ് അതിൽ നിന്ന് റമ്മ് ഉണ്ടാക്കിയതെന്നും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. A to Z എല്ലാ സംഭവങ്ങളും ഉണ്ട്. കപ്പലിലോട്ട് പഞ്ചസാര വലിയ ചാക്കുകളിലായിട്ട് കയറ്റി കൊണ്ടുവന്നതാണ്. അങ്ങനത്തെ ഒരു കപ്പലിൻ്റെ ഒരു രൂപമാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ആ കപ്പലിവിടെ വെച്ചിട്ടുണ്ട്. ഷുഗർ ഇൻഡസ്ട്രീൻ്റെ റെവല്യൂഷൻ എങ്ങനെയാണ് ഷുഗർ ഇൻഡസ്ട്രി ഇന്നത്തെ കാലഘട്ടത്തിൽ മാറ്റിയെടുത്തത്. പണ്ടെല്ലാം മാനുവലി ചെയ്യുന്നതല്ലേ, ആൾക്കാർ ചെയ്യുന്നതല്ലേ. ഇപ്പം എങ്ങനെ മെഷീനുകൾ വെച്ചിട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. 9 എക്സ്പീരിയൻസസ് കഴിഞ്ഞു. ഇനി 10ാമത്തെ സെക്ഷനിലോട്ട് നമ്മൾ പോകാൻ പോവാണ്. അതിൽ 1ഉം 2ഉം ക്ലോസ്ഡ് ആണ്. ഇപ്പം 1, 2 എന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. ആ സംഭവം ഇപ്പം റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ പുതുക്കി പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 10 എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് നമ്മൾ. 10 എന്ന് പറയുന്നത് ടേസ്റ്റിംഗ് ചെയ്യേണ്ട സ്ഥലമാണ്. ടേസ്റ്റിംഗ് സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. ഇവിടെ ഇതാ മൊറീഷ്യസ് ഷുഗർ സിൻഡിക്കേറ്റ്. ഓഹോ, ഷുഗർ സിൻഡിക്കേറ്റ് ഒക്കെ ഉണ്ട്. മെയ്ഡ് ഇൻ മൊറീഷ്. ഇവിടെ പണ്ടത്തെ ഒരു കുതിരവണ്ടിയോ മറ്റോ വെച്ചിട്ടുണ്ട് കേട്ടോ. എഴുതി വെച്ചിട്ടുണ്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗർ, ഒട്ടും പ്രോസസ്സ് ചെയ്യാത്ത ഷുഗർ നമുക്ക് ഇവിടെ നിന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. So I will start with the lighter sugar and will end with the darker one. So all the sugar here are unrefined brown sugar.
While tasting, you will have different flavors like honey, vanilla, chocolate, even coffee. But there is nothing added. Just the way they process the crystallization and different temperature of crystallization. Coffee crystal sugar. This sugar considered the world best sugar by connoisseurs for the balance that have in its texture, shiny crystals, and for its taste. And this one you can use for creme brulee, in your desserts, for caramel. ഡെസേർട്ടിലൊക്കെ ഇടാൻ പറ്റുന്ന. Now the coffee crystal sugar. Coffee crystal sugar is unique in the world. You will have it only here. This one we don't export. It's for coffee, toppings, and യോഗട്ടിലും കോഫി ടോപ്പിംഗ്സിലും മാത്രമുള്ളത്. ഇത് ഇവർ എക്സ്പോർട്ട് ചെയ്യുന്നില്ല, ഇവിടുത്തെ മാത്രം സ്വന്തം. now the light muscovado sugar, very fine and soft. And this one is for chocolate pie, pancakes, fruit salad, and yogurt. വായിലിടുമ്പോൾ അലിഞ്ഞു പോകും. ശർക്കര പോലെ. ശർക്കര പോലെയുണ്ട്. And the last one is a molasses sugar. Sorry, this is a dark muscovado sugar. Dark muscovado sugar tastes like licorice. And the last one is a molasses sugar. Molasses contains more minerals like calcium, phosphorus, iron, magnesium, and potassium. Now this is a brownie prepared in the restaurant here with a molasses sugar. താങ്ക് യു. ടേസ്റ്റ് ചെയ്ത എല്ലാ ടൈപ്പ് ഷുഗറും വേണമെങ്കിൽ ഇതെങ്ങനെ ഇതായിട്ട് വാങ്ങിച്ചോണ്ടോ ഇത്? ഗിഫ്റ്റ് ആയിട്ടല്ലേ? ഗിഫ്റ്റായിട്ട് വാങ്ങിച്ചോണ്ടോ? ഗിഫ്റ്റ് പോലെ പഞ്ചസാര വാങ്ങിച്ചോണ്ടോ? നമുക്ക് സ്വന്തമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറ്റും. തുടങ്ങിക്കോ. വാവ്, പക്ഷെ ഭയങ്കര മധുരം. ഓ, എന്തൊരു മധുരം. അടുത്തത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതെന്താ? യൂക്കാലിപ്റ്റസ് ഹണി. ഹണിയും ടേസ്റ്റിംഗ് ഉണ്ട്. ജാമും നാച്ചുറൽ ഹണി. ഇതൊക്കെ ഹണിയാണ്. ടേസ്റ്റ് ജാമും ഷുഗറും ഹണിയൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ റമ്മ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ പഞ്ചസാരൻ്റെ മുകളിൽ റമ്മ് കുടിച്ച് കഴിഞ്ഞാൽ ക്ലിക്കാവുന്ന പറഞ്ഞേട്ടെ. നല്ല ഇത് മിഷനുണ്ട്. രസമാണല്ലേ കുപ്പികളൊക്കെ കാണാൻ. ഡോഡോയുടെ പേരിൽ റമ്മുണ്ട്. 8535 മൊറീഷ്യൻസ് റുപ്പീസ് ഉണ്ട് കേട്ടോ ഇതിന്. ന്യൂ ഗ്രോ റമ്മ് 1969 അത്രയും പഴയതാണ്. ഐ മീൻ ഏജ്ഡ് ആണ്. 1969 തോന്നുന്നു. Sugar rum. So in a white rum we infuse molasses sugar. Percentage of alcohol is 37.5. Now this is a 3 years age in a bourbon oak barrel. 40% of alcohol. 40% alcohol. This one aged 3 years. ഭയങ്കര സ്മൂത്ത് സാധനം. 10 years age in a cognac oak barrel. 50% of alcohol. ഭയങ്കര സ്ട്രോങ്ങാണല്ലോ. 40%. മൂക്കിൽ കൂടി എന്തൊക്കെയോ പറഞ്ഞു. മതി അല്ലേ? Minimum 10 years age in a whiskey oak barrel. 40% of alcohol. ഓക്കെ. ഇത് ചെറിയൊരു മധുരം തോന്നുന്നുണ്ട്. നല്ല ഇതുണ്ടല്ലേ, പക്ഷെ ഭയങ്കര സ്മൂത്ത് ആണല്ലോ. Pure cane rum made with the sugarcane juice. It's 45% of alcohol. 45. Good. നാക്കിൽ എല്ലാ വികാരങ്ങളും വരുന്നില്ലേ? എല്ലാം നാക്ക് കുഴയുന്നുണ്ടോ? ഇത് നല്ല ഉണ്ടല്ലേ, എരിയുന്നുണ്ടല്ലേ, എരിവ് തോന്നുന്നുണ്ട്. അതാണ് സംഭവം. താങ്ക് യു. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തെല്ലാം 37% മുകളിൽ ആൽക്കഹോൾ കണ്ടന്റുള്ള സാധനമാണ്. അടിച്ച് കിറങ്ങിയിട്ട്, അതും വെള്ളമില്ലാണ്ട് വിത്തൗട്ട് ഐസ്. ചേട്ടൻ്റെ കൂടെ നല്ല അടിയാണ്, അടിയോടടി അല്ലേ. അടിച്ച് കിറങ്ങി നടക്കുന്നുണ്ട്. കിറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ഇതുവരെയായിട്ട്. ആന അലറലോട് അലറൽ ഇപ്പോഴും പറയാൻ പറ്റുന്നുണ്ട്. ഇതെത്രയാ?
ചലഞ്ചല്ലേ? കാലിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നുണ്ടോ എന്നൊരു സംശയമല്ലേ? കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. എവിടെ വന്നാലും നമുക്ക് ഫ്രിഡ്ജ് മാഗ്നറ്റ് മിക്കും ബിഗിലേ എന്ന് പറയുന്ന പോലെ ഷുഗർ കെയിൻ്റെ ആയതുകൊണ്ട് കരിമ്പിൻ തോട്ടത്തിൻ്റെ ആയതുകൊണ്ട് ഇത് മൊറീഷ്യസിൻ്റെ മാപ്പാണ് കേട്ടോ. അതിന് മൊറീഷ്യസിൻ്റെ കൊടി, അതിന് മുകളിൽ കരിമ്പിൻ, പിന്നെ ഇത് കരിമ്പ്. അതെ, ഇത് വാങ്ങിച്ചേക്കാം. ഇതിന് 395 മൊറീഷ്യസ് റുപ്പീസാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നാണ് കേട്ടോ സോവനീർ വാങ്ങിച്ച് പുറത്തേക്ക് വില്ലേജ് ബുട്ടീക്ക് ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. അന്ന് സോവനീർ വാങ്ങിച്ച് പുറത്തോട്ട് പോവാം. കരിമ്പിൻ തോട്ടത്തിൽ നിന്ന് കരിമ്പ് പറിച്ചിട്ട് അതിനെ ഫാക്ടറിയിലോട്ട് എത്തിക്കുന്നതും അതുപോലെ എല്ലാ സ്ഥലത്തോട്ടും ഷുഗറൊക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച പണ്ട് കാലത്ത് ഉപയോഗിച്ച ട്രെയിനാണിത്. സർ വില്യം ലോക്കോമോട്ടീവ് എന്നാണ് ഇതിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു കൽക്കരി റൺ ചെയ്യുന്നതാണ്. പക്ഷേ 1960കളിൽ ഇത് സ്റ്റോപ്പ് ചെയ്തു, കംപ്ലീറ്റ് നോർമൽ ഇതിലോട്ട് മാറ്റി. ഇപ്പം ഇവിടെ റെയിൽവേ നെറ്റ്വർക്കൊന്നും ഇല്ല. 19th സെഞ്ച്വറിയിലൊക്കെ ഉപയോഗിച്ച ഒരു ട്രെയിനാണിത് ഇവിടെ. ഷുഗർ ഫാക്ടറി മ്യൂസിയത്തിൻ്റെ അടുത്ത് തന്നെ ഉള്ള ഒരു റെസ്റ്റോറൻറ്റ്, അതിൻ്റെ കോമ്പൗണ്ട് തന്നെ റെസ്റ്റോറൻ്റ് ആണ്. എന്താണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്? റെസ്റ്റോറൻറ്റിൻ്റെ പേര് കൊണ്ട് ഇത് ലേ തണ്ടൂരി എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമ്മൾ 2 ഡിഷ് വാങ്ങുന്നത്. ഒടുക്കത്തെ പ്രസൻറ്റേഷൻ കേട്ടോ. നോക്കിയത് എന്താ അവസ്ഥ? നമ്മൾ പറഞ്ഞ സാധനം എന്ന് കഴിഞ്ഞാൽ ജാക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ഓഫ് ദ ഡേ കാനലോൺ ടോപ്പ് വിത്ത് ക്രീം ബേസിൽ ഫ്രം അവർ ഗാർഡൻ ലെഫ്റ്റ് പറഞ്ഞ സാധനം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെജിറ്റബിൾ സ്റ്റൂ വിത്ത് ക്രിയോൾ മൊറീഷ്യസ് ക്രിയോൾ സൂപ്പ് വിത്ത് റൈസ്. ഒരു രക്ഷയില്ലാത്ത പ്രസൻറ്റേഷൻ. എന്തത് അടിപൊളി ലൊക്കേഷൻ, ലൊക്കേഷൻ അല്ലേ? അടിപൊളി സംഭവം. ഇതാണ് റെസ്റ്റോറൻറ്റ് വരുന്നത്. ഇവിടെ ആംബിയൻസ് കേട്ടോ. ഈ ഷുഗർ ഫാക്ടറി നമ്മളിപ്പം ഫുഡ് കഴിച്ച റെസ്റ്റോറൻ്റൊക്കെ ഉള്ളത് വ്യൂ പ്ലാൻ എന്ന് പറയുന്ന ബിസിനസ് പാർക്കിലാണ് കേട്ടോ. ആ ബിസിനസ് പാർക്കിൻ്റെ പാർട്ടായിട്ട് തന്നെയാണുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട്, ബിസിനസ്സുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. പിന്നെ തൊട്ടടുത്താണ് ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ട്, അവിടെയും കൂടെ പോകാനുണ്ട് നമുക്ക്. സോ ലെറ്റ്സ് ഗോ. 5 മണിക്ക് അത് ക്ലോസ് ചെയ്യും. 3:20 1.5 മണിക്കൂർ കൊണ്ടൊന്നും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നോക്കാം അല്ലേ?